പ്രൈസ് ലോർഡ്. ഹലോ എവരിവൺ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. യേശു കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. പലപ്പോഴും നാം ചിന്തിക്കുന്ന കാര്യമാണ് എൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള, എൻ്റെ ലൈഫിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്. നമ്മുടെ ഇഷ്ടങ്ങളോ യാതൊരു പ്രതിസന്ധികളോ ബുദ്ധിമുട്ടുകളോ കഷ്ടപ്പാടുകളോ ഇല്ലാത്തതായിരിക്കണം ദൈവത്തിൻ്റെ ഇഷ്ടം എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ കർത്താവും ഗുരുവുമായ യേശു ക്രിസ്തുവാണ് നമുക്ക് റോൾ മോഡൽ. യെശയ്യാ പ്രവചനം 53-10 നാം വായിക്കുന്നു, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവൻ്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. പ്രിയ ദൈവമക്കളെ, 53 എന്ന് പറയുന്നത് യേശു കർത്താവിനെ കുറിച്ചുള്ള സകല കാര്യങ്ങളും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ 3 മുതൽ വായിക്കുന്നു, യേശു കർത്താവ് നിന്ദിക്കപ്പെട്ടു, മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, വെറുക്കപ്പെട്ടു. ആർക്കു വേണ്ടി? നമുക്ക് വേണ്ടി. എന്നാൽ നാം ചിന്തിച്ചത് എന്തിനാണ്? എങ്ങനെയാണ് പിതാവായ ദൈവം യേശുവിനെ ശിക്ഷിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, ഇതുപോലെ ദൈവം അനുവദിച്ചിട്ട് ചില കഷ്ടങ്ങൾ, പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഇങ്ങനെ ചില നിന്ദകളും അപമാനങ്ങളും കേൾക്കുന്നവരാണോ നാം ഓരോരുത്തരും? ഭാരപ്പെടേണ്ട. നാം വായിച്ച വചനത്തിൽ ഒന്നാമത് നാം വായിക്കുന്നു, അവൻ്റെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. പ്രിയ ദൈവമക്കളെ, തകർത്ത് കളവാനെന്ന് പറയുമ്പോൾ യേശു കർത്താവ് ശാരീരികമായി ഒത്തിരി തകർന്നു. നമുക്ക് വേണ്ടി തൻ്റെ ശരീരം തകർക്കപ്പെട്ടു, താൻ മുറിവേൽക്കപ്പെട്ടു. പ്രൈസ് ഗോഡ്. ആമേൻ. തൻ്റെ ശിരസ്സ് മുതൽ പാദം വരെ താൻ തകർക്കപ്പെട്ടു. ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടിയാണ്. അത് എന്തിനു വേണ്ടിയാണ്? പിതാവിന് തന്നോട് ഇഷ്ടം തോന്നിയത് കൊണ്ടാണ്. പ്രിയ മക്കളെ, ജീവിതത്തിൽ ചില തകർച്ചകൾ കടന്നു വരുമ്പോൾ ദൈവം തള്ളിക്കളഞ്ഞു, ദൈവം ഉപേക്ഷിച്ചു എന്ന് ചിന്തിക്കരുതേ. നാം വരുത്തി വയ്ക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്നാൽ യഥാർത്ഥമായ ദൈവത്തെ സ്നേഹിക്കുന്നവർ ചില തകർച്ചകളൂടെ കടന്നു പോകുമ്പോൾ അവൻ വിശ്വസിക്കുക, കർത്താവിന് നമ്മോട് പ്രിയമുണ്ട്, ഇഷ്ടം തോന്നുന്നു. അടുത്ത് ദൈവം അവന് കഷ്ടം വരുത്തി. ദൈവത്തിന് ഇഷ്ടമുള്ളവരെ കർത്താവ് ശിക്ഷിക്കുന്നു എന്ന് നാം വേദവാക്യത്തിൽ വായിക്കുന്നു. പലപ്പോഴും നാം ചിന്തിക്കുന്നവരാണ്, എന്ത് കർത്താവ് എൻ്റെ കഷ്ടം തീരുക, എന്ന് തീരും എൻ്റെ കഷ്ടം. പ്രിയ ദൈവമക്കളെ, കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. മൂന്നാമതായി പറയുന്ന യേശു കർത്താവ് അകൃത്യയാഗമായി തീർന്നു. പലപ്പോഴും നമ്മുടെ ജീവിതം അങ്ങനെ നമുക്ക് തോന്നാം. അതായത് ഒരു യാഗം കഴിക്കുവാൻ ഒരു ആടിനെ എടുക്കുന്നത് യാതൊരു സ്തോത്ര കുറവുകളോ ഹല്ലേലൂയ യാതൊരു സ്തോത്രം ബ്ലെമിഷോ ഇല്ലാത്തതാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വിശുദ്ധ ജീവിതം നയിച്ചിട്ടും നാം അകൃത്യയാഗമായി തീരേണ്ട അനുഭവം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഭാരപ്പെടേണ്ട. അത് നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ ഇഷ്ടമാണ്. എന്തിനു വേണ്ടിയാണ്? അടുത്ത ഭാഗങ്ങളിൽ വായിക്കുന്നു, ആമേൻ, അവനെ ചിലത് കാണിക്കുവാൻ വേണ്ടി യേശു കർത്താവിനെ നിൻ്റെ സന്തതിയെ നീ കാണും. പ്രിയ ദൈവമക്കളെ, ഇന്ന് കാണുവാൻ കഴിയാതെ ഭാരപ്പെടുന്നില്ലേ? ആ വിഷയങ്ങളെ നാം കാണും. പ്രൈസ് ഗോഡ്. രണ്ടാമതായി, നീ ദീർഘായുസ് പ്രാപിക്കും. ഇന്ന് പ്രാപിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളല്ലേ, നിശ്ചയമായി നാം അത് പ്രാപിക്കും. പ്രൈസ് ഗോഡ്. വീണ്ടും ദൈവഹിതത്തിനായി സമർപ്പിക്കുക. മൂന്നാമത്, ദൈവത്തിൻ്റെ ഇഷ്ടം തൻ്റെ കൈയാൽ സാധ്യമാകും. എത്ര പേർ ആഗ്രഹിക്കുന്നു നമ്മുടെ കൈകൊണ്ട് സാധ്യമായി എന്ന് നാം പറയുന്ന പല മേഖലകളിലും, അതൊരു വിജയമായിക്കൊള്ളട്ടെ, അതൊരു മാരേജ് ആയിക്കൊള്ളട്ടെ, അതൊരു ഭവനമാകട്ടെ, അത് എന്ത് ബിസിനസ് പരമായ കാര്യങ്ങളാകട്ടെ, അതുപോലെ നമ്മുടെ ലൈഫിൻ്റെ ഏത് മേഖലയിലുള്ള ജോലി കാര്യങ്ങളോ നമ്മുടെ ആരോഗ്യ കാര്യങ്ങളോ എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എൻ്റെ കൈയാൽ സാധിച്ചു നാം പറയുമ്പോൾ നാം ചിന്തിക്കുന്നുണ്ട്, അത് യഹോവയുടെ ഇഷ്ടപ്രകാരമാണ് സാധിച്ചതെന്ന്. നമുക്ക് ആഗ്രഹിക്കാം. ദൈവം പ്രസാദിക്കുന്നത് മാത്രം, ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നമ്മുടെ ജീവിതത്തിൽ നടക്കട്ടെ. പ്രൈസ് ഗോഡ്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഒത്തിരി ആദ്യമേ സമാധാനപരമായിരിക്കത്തില്ല. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മോട് എന്താ പറഞ്ഞത്? പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പ്രസാദമുള്ള ഒരു ജീവിതം നയിക്കാം. നിശ്ചയമായി ദൈവം തൻ്റെ രാജ്യം നൽകുമെന്ന വാഗ്ദത്തം നൽകിയെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ആവശ്യമായത് നൽകും. നമ്മുടെ കഷ്ടപ്പാടുകൾ മാറും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിലും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നല്ല ആലോചനയ്ക്ക് സ്തോത്രം. വചനപ്രകാരം ഞങ്ങളെ പൂർണ്ണമായി താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു. നാഥ കർത്താവേ, അങ്ങയുടെ ഇഷ്ടം മാത്രം ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ.
അങ്ങേക്ക് പ്രസാദമാണ് ജീവിപ്പാൻ സഹായിക്കണമേ. അങ്ങ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.